ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക്കിന്റെ ഫ്ലേവറിലുള്ള കോയിൻ പൊറോട്ട റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടറ്റോ മസാല ഇതേപോലെ ഫില്ല് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇങ്ങനെ ഒന്ന് മാവ് പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ബട്ടർ ഗാർലിക്കിന്റെ മിക്സ് റെഡിയാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോൾട്ടഡ് എടുക്കണമെങ്കിൽ ഉപ്പിന്റെ ആവശ്യമില്ല വേറെ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു വലിയ ഉരുള ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഒന്നിട്ട് പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇങ്ങനെ പരത്തിയെടുത്തതിലേക്ക് നമ്മുടെ ബട്ടർ ഗാർലിക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് എല്ലാ വശത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം പതിയെ. ഇതായിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം പരത്തിയിരുന്ന് ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കോയിൻ പൊറോട്ടസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ ബട്ടർ ഇറങ്ങി ഇത് സെറ്റ് ആയിക്കോളും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ 2 വശവും മൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കോയിൻ പൊറോട്ടസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ബട്ടർ ഗാർലിക് കോയിൻ പൊറോട്ടസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതിന് വേറെ എക്സ്ട്രാ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.